WWE കഴിഞ്ഞ 5 വർഷത്തിലെ ഏറ്റവും മോശം വർഷം തന്നെയായിരുന്നു 2025. ഒരുപാട് എക്സ്പെക്ടേഷനുമായിട്ടായിരുന്നു എല്ലാവരും 2025ലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. WWE നെറ്റ്ഫ്ലിക്സുമായിട്ട് ഡീൽ വെക്കുന്നു. ജോൺ സീനയുടെ റിട്ടയർമെന്റ് ടൂർ നടക്കാൻ വേണ്ടി പോകുന്നത് 2025ലാണ്. റോമൻ റെയിൻസ്, കോഡി റോഡ്സ്, CM പങ്ക്, അങ്ങനെ ഒരുപാട് വൻ നിര താരങ്ങളെല്ലാവരും തന്നെ റെസ്ലിംഗിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ 2025 ഒരു രക്ഷയുമില്ലാത്ത ലെവലിലേക്കായിരിക്കും പോകാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതെല്ലാം തന്നെയായിരുന്നു എല്ലാവരുടെയും എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഏറ്റവും മോശം പെർഫോമൻസും ഏറ്റവും മോശം സ്റ്റോറി ലൈനുകളുമായിരുന്നു നമുക്ക് 2025 കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് 2025 ഏറ്റവും മോശം വർഷമായിട്ട് ഞാൻ പറയുന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത്. 2025 അട്ടർ ദുരന്തങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മോശമായിട്ട് ദുരന്തമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന WWE 2025 മൊമെന്റിനെ കുറിച്ച് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യൂ. വെൽക്കം ടു റെസ്ലിംഗ് മലയാളം. ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. 2025 WWE നെറ്റ്ഫ്ലിക്സിലേക്ക് വരികയാണെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ വന്നതുകൊണ്ട് തന്നെ കൂടുതൽ പേർ WWE കാണും, നല്ല നല്ല മാച്ചുകൾ തരും, നല്ല നല്ല സ്റ്റോറി ലൈനുകൾ കിട്ടും, പഴയ ലെജൻഡുകൾ തിരിച്ചു വരും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ജോൺ സീനയുടെ റിട്ടയർമെന്റ് ടൂർ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അതൊരു രക്ഷയുമില്ലാത്ത ലെവലിലേക്കായിരിക്കും WWE കൊണ്ടുപോകുക എന്നുള്ളതും വിചാരിച്ചിരുന്നു. പക്ഷേ ഇതിനെല്ലാം തന്നെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നത് 2025 റോയൽ റംബിൾ മുതലായിരുന്നു. റോമൻ റെയിൻസ്, സെത്ത് റോളിംഗ്സ്, CM പങ്ക്, ജോൺ സീന, AJ സ്റ്റൈൽസ്, ഡ്രൂ മെക്കിൻഡയർ എന്നിവരെല്ലാവരും തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ഒരു രക്ഷയുമില്ലാത്ത റോയൽ റംബിൾ മാച്ചിൽ വിജയം കൊടുത്തിട്ടുണ്ടായിരുന്നത് ജേ ഉസോക്ക് ആയിരുന്നു. ജേ ഉസോക്ക് ഒരുപാട് ഫാൻസുകളും സപ്പോർട്ടുകളും എല്ലാം തന്നെയുണ്ട്. പക്ഷേ റോയൽ റംബിൾ പോലെയുള്ള ഒരു ഇവന്റിൽ വിജയിച്ചുകൊണ്ട് റെസൽമേനിയ മെയിൻ ഇവന്റിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ജേ ഉസോ വളർന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അത് എനിക്ക് മാത്രമല്ല ഓൺലൈനിലുള്ള WWE ഫാൻസിന് മുഴുവൻ തോന്നിയിട്ടുള്ള ഒരു കാര്യവും അത് തന്നെയാണ്. WWE ഷോ ലൈവായിട്ട് കാണുന്ന അറേനയിൽ ഇരിക്കുന്നവർക്ക് ജേ ഉസോയുടെ മ്യൂസിക്കും അദ്ദേഹത്തിന്റെ എൻട്രൻസും അദ്ദേഹത്തിന്റെ ആ ഒരു വൈബും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. പക്ഷേ ഓൺലൈനായിട്ട് ഈ ഒരു ഷോ കാണുന്നവർ, അവരാണല്ലോ ഏറ്റവും കൂടുതലുള്ളത്, അവർക്ക് ഈ ഒരു പരിപാടി, ജേ ഉസോയുടെ വിജയിച്ച പരിപാടി തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരിക്കും ആ ഒരു റോയൽ റംബിൾ ജേ ഉസോയ്ക്ക് പകരമായിട്ട് ഇതുവരെ റോയൽ റംബിൾ വിജയിക്കാത്ത CM പങ്കിന് കൊടുത്തിട്ട് അദ്ദേഹത്തെ മെയിൻ ഇവന്റിലേക്ക് വിടാമായിരുന്നു. ഇനി അതല്ല എന്നുള്ള റിട്ടയർമെന്റ് ടൂറിന് വന്നിട്ടുണ്ടായിരുന്ന ജോൺസിനെ വിജയിപ്പിച്ചുകൊണ്ട് ആ ഒരു മെയിൻ ഇവന്റിലേക്ക് വിടാമായിരുന്നു. അങ്ങനെ ഒരുപാട് ചാൻസുകൾ അവിടെ ഉണ്ടായിരുന്നു. ഫാൻസ് എല്ലാവരും കാത്തിരിക്കുന്നത് ജോൺസീന റോയൽ റംബിൾ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ടൂറിൽ. പക്ഷേ ജോൺസീന വിജയിച്ചതുമില്ല, അതിന് പകരം വിജയിച്ചിട്ടുണ്ടായിരുന്നത് ജേ ഉസോയും കൂടി ആയപ്പോഴാണ് ഫാൻസിന് വളരെയധികം ദേഷ്യം പിടിച്ചിട്ടുണ്ടായിരുന്നതും ജേ ഉസോയ്ക്ക് അളവിൽ കൂടുതൽ ഹേറ്റേഴ്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നതും. രണ്ടാമത്തെ ഏറ്റവും മോശം മൊമെന്റ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ അത് ജോൺ സീനയുടെ റിട്ടയർമെന്റ് ടൂർ തന്നെയാണ്. സീന അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു വർഷം മുഴുവൻ താൻ ഇവിടെ ഉണ്ടായിരിക്കും, ആ ഒരു വർഷം തന്റെ റിട്ടയർമെന്റ് ടൂർ ആയിരിക്കും, അതിൽ താൻ ഒരുപാട് മാച്ചുകൾ മത്സരിക്കും, ഇത്ര ഡേറ്റുകളെല്ലാം തന്നെ ഉണ്ടായിരിക്കും എന്നെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷനുമായിട്ടായിരുന്നു ഫാൻസ് മുഴുവൻ അതിനെ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത്. റോയൽ റംബിളിൽ തോറ്റതിന് ശേഷം അദ്ദേഹം അടുത്തതായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് എലിമിനേഷൻ ചാമ്പറിലായിരുന്നു. ജോൺ സീനയുടെ പെർഫോമൻസ് വളരെയധികം മോശമായത് ഒരു പ്രധാന കാര്യം തന്നെയായിരുന്നു. എന്നാലും എലിമിനേഷൻ ചാമ്പറിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്ത് ജോൺ സീന വിജയിച്ചു. അത് വിജയിച്ചതിന് ശേഷം റോക്ക് വരുന്നു, ട്രാവിസ് സ്കോട്ട് വരുന്നു, ജോൺ സീന വില്ലനായി മാറുന്നു. 2025 ഏറ്റവും ബെസ്റ്റ് മൊമെന്റുകളിൽ ഒന്ന് തന്നെയായിരുന്നു ജോൺ സീനയുടെ വില്ലൻ ക്യാരക്ടറിലേക്കുള്ള ഒരു മാറ്റം. പക്ഷേ WWE ഒരു സ്റ്റോറി ലൈന് പോലും ബാക്കിൽ വെക്കാതെയായിരുന്നു ജോൺ സീനയെ വില്ലൻ ക്യാരക്ടർ ആക്കിയിരുന്നത് എന്നുള്ളതായിരുന്നു അതിന്റെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ്. അതായത് ശരിക്കും ഒരു സ്റ്റോറി ലൈനോട് കൂടി ജോൺസിനെ വില്ലൻ ആക്കിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് വളരെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നേനെ. ജോൺസിനെ വില്ലനായി കഴിഞ്ഞതിന് ശേഷം നല്ല കിഡിലനായിട്ട് ആ ഒരു സ്റ്റോറി ലൈൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു റോക്ക് വെറുതെ വന്നുകൊണ്ട് വില്ലനാക്കിയതല്ലാതെ റോക്ക് ഇടയ്ക്കിടയ്ക്കെല്ലാം തന്നെ വന്നുകൊണ്ട് ഇതിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് കിഡിലനായി മാറിയേനെ. എലിമിനേഷൻ ചാമ്പറിൽ കാണിച്ച വില്ലത്തരത്തിന്റെ പകുതിയിൽ ഒന്നുപോലും ജോൺസിനെ പിന്നീട് ഒരു ഷോകളിലും കാണിച്ചിട്ടില്ലായിരുന്നു. ആ ഒരു എലിമിനേഷൻ ചാമ്പർ കഴിഞ്ഞതിന് ശേഷം ജോൺസിന ആ ക്യാരക്ടർ മാറ്റും, അദ്ദേഹത്തിന്റെ അറ്റയർ മാറ്റും, അദ്ദേഹത്തിന്റെ തീം മ്യൂസിക് മാറ്റും എന്നെല്ലാം തന്നെ വിചാരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരേ ക്യാരക്ടറിൽ ഒരേ അറ്റയറിൽ വന്നുകൊണ്ട് നിങ്ങൾ ഇതൊന്നും തന്നെ അർഹിക്കുന്നില്ല എന്ന് ഫാൻസിനോട് പറഞ്ഞു വരുന്ന ജോൺ സീനയെ ആയിരുന്നു. എന്നിട്ട് എല്ലാ ആഴ്ചയിലും വന്നിട്ട് ഒരേ രീതിയിലുള്ള പ്രോമോ നടത്താൻ വേണ്ടി മാത്രമേ ജോൺ സീനക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. കൃത്യമായിട്ട് ഒരു സ്റ്റോറി ലൈൻ ഇല്ലാത്തത് തന്നെയായിരുന്നു ജോൺ സീനയുടെ റിട്ടയർമെന്റ് പ്ലാനിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കല്ലുകടയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. വെറുതെ വന്നുകൊണ്ട് ടാഗ് ടീം മാച്ചുകളിൽ മത്സരിക്കുക, ലോഗൻ പോളിനെതിരെ വെറുതെ ഒരു ഷോയിൽ മാച്ച് വെക്കുക, അങ്ങനെയുള്ള ഒരുപാട്
ഒരുപാട് പരിപാടികളെല്ലാം തന്നെ WWE ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 2025 നടന്നിട്ടുള്ള ഏറ്റവും മോശം കാര്യം R-Truthനെ ഉപയോഗിച്ച രീതിയായിരുന്നു. R-Truth ശരിക്കും ഒരു കോമഡി പീസായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാലും ജോൺ സീനയുടെ വില്ലൻ ക്യാരക്ടർ ആയ സമയത്ത് R-Truthനെ കൊണ്ടുവന്നു, സീനയ്ക്കെതിരെ ഫ്യൂഡ് ചെയ്യിപ്പിച്ചു, അങ്ങനെ സൂപ്പറായിട്ട് പോവുകയായിരുന്നു. അപ്പോഴായിരുന്നു ട്രൂത്തിനെ WWEയിൽ നിന്നും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ റിലീസ് ചെയ്തെല്ലാം തന്നെ പോയിരുന്ന സമയത്ത് WWE ഫാൻസ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും ട്രൂത്തിനെ തിരിച്ചു കൊണ്ടുവരികയുണ്ടായി. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ട്രൂത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് താൻ ഇനി മുതൽ R-Truth ആയിരിക്കില്ല, റോൺ കില്ലിങ്സ് ആയിരിക്കും എന്നെല്ലാം തന്നെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു വേറെ ലെവൽ ക്യാരക്ടർ ആയിരുന്നു അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരൊറ്റ ഷോയിലൂടെ തന്നെ ട്രൂത്തിനെ പിന്നെ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. വീണ്ടും അദ്ദേഹം ഒരു കോമാളി ക്യാരക്ടറായിട്ട് WWEയിൽ വർക്ക് ചെയ്യുന്ന കാര്യം തന്നെയായിരുന്നു നമ്മൾ കണ്ടത്. കൺസിസ്റ്റൻസി ഇല്ലാതെ ഒരു ക്യാരക്ടറിനെയും നല്ലതുപോലെ കൊണ്ടുപോകാതെ WWE എന്ത് തേങ്ങയാണ് കാണിച്ചത് എന്നുള്ളതും എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നീട് ജോൺ സീനയുടെ ഹീൽ ടേണിന്റെ അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ജോൺ സീനയുടെ ഫേസ് ടേൺ. അതായത് ഹീൽ ക്യാരക്ടറായിട്ട് വില്ലൻ ക്യാരക്ടറായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്ന ജോൺ സീന ഹീറോ ആയി മാറിയിട്ടുണ്ടായിരുന്നതും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മാറിയതുപോലെയായിരുന്നു. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഇന്നു മുതൽ ഞാൻ നായകനാണ് എന്നുള്ള രീതിയിലായിരുന്നു ഫാൻസിന്റെ അടുത്തു നിന്നും ജോൺ സീന സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അത്രത്തോളം പേർക്കും കണക്ട് ചെയ്യാൻ പറ്റാതിരുന്നിട്ടുണ്ടായിരുന്നതും. വില്ലൻ ആണെങ്കിൽ പക്ക വില്ലൻ ക്യാരക്ടറായിട്ടും അതിൽ വളരെയധികം 100% സൂപ്പറായിട്ട് കാണിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഹീറോ ക്യാരക്ടറായിട്ട് മാറുന്ന രീതിയിൽ ജോൺ സീനയെ കാണിക്കണമായിരുന്നു. സീന ഹീറോ ക്യാരക്ടർ ആയ സമയത്ത് അദ്ദേഹത്തിന്റെ എതിരാളിയായിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തെ ഫേസ് ഓഫ് ദി കമ്പനി ആയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഹീറോകളിൽ ഏറ്റവും വലിയൊരു ഹീറോ ആയിട്ടുണ്ടായിരുന്ന കോഡി റോഡ്സിനെതിരെ തന്നെയായിരുന്നു. ശരിക്കും അദ്ദേഹം ഫേസ് ക്യാരക്ടർ ആകുന്നത് ഒരു വില്ലനെതിരെ ആകണമായിരുന്നു. എന്നാൽ മാത്രമേ ആ ഒരു സ്റ്റോറിനെ അത്രത്തോളം ബലമായിട്ടുണ്ടാവുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നീട് WWE നശിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു കരിയർ തന്നെയായിരുന്നു LA നൈറ്റിൻ്റേത്. ശരിക്കും ജെയുസോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന പുഷ് കൊടുക്കേണ്ടിയിരുന്നത് LA നൈറ്റിനായിരുന്നു. കാരണം അത്രത്തോളം ഫാൻ സപ്പോർട്ട് LA നൈറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒരു മെയിൻ ഇവൻ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഗുണഗണങ്ങളും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഫാൻസിന് ഒരുപാട് പേർക്കും ആ ഒരു കാര്യം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ LA നൈറ്റിനെ അവിടെ വെച്ചുകൊണ്ട് ഒരു വെറും മിഡ് കാർഡ് റെസ്ലറാക്കി മാറ്റിക്കൊണ്ട് ജെയുസോക്ക് മാത്രം പുഷ് കൊടുത്തുകൊണ്ടായിരുന്നു WWE കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്കെല്ലാം തന്നെ നമുക്ക് തോന്നും LA നൈറ്റിനെ ഇപ്പോൾ WWE പുഷ് ചെയ്യും, ഇപ്പോൾ WWE വേറെ ലെവലാക്കി മാറ്റുമെന്നെല്ലാം തന്നെ. പക്ഷേ ഒരിക്കലും WWE LA നൈറ്റിനെ വെച്ച് അങ്ങനെ ചെയ്തിട്ടില്ല. ട്രിപ്പിൾ എച്ചിന് LA നൈറ്റിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് WWE നശിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഏറ്റവും മികച്ചൊരു ക്യാരക്ടർ തന്നെയായിരുന്നു ഡ്രൂ മെക്കിൻ്റെറിൻ്റെത്. 2024 CM Punkുമായിട്ടുള്ള നല്ല കിഡിലൻ ഫ്യൂഡിന് ശേഷം 2025 എന്തായാലും ഡ്രൂ മെക്കിൻ്റെർ വേറെ ലെവലായിരിക്കും എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്രത്തോളം കിഡിലൻ ആയിട്ടുള്ള ഒരു ഹീൽ തന്നെയായിരുന്നു ഡ്രൂ മെക്കിൻ്റെർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഗുന്തറിന്റെ ഹീൽ ക്യാരക്ടർ എല്ലാം തന്നെ എടുക്കുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് അടിപൊളിയായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു മെക്കിൻ്റെറിന്റെ ഹീൽ ക്യാരക്ടർ. ഈ വർഷം നടന്നിട്ടുണ്ടായിരുന്ന റസൽമേനിയയിൽ റോമൻ റെയിൻസിനെതിരെയുള്ള ഒരു മത്സരമായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡ്രൂ മെക്കിൻ്റെറിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഡാമിൻ പ്രീസ്റ്റിനെതിരെയുള്ള ഒരു മത്സരം തന്നെയാണ്. പിന്നീട് റസൽമേനിയയിൽ വില്ലൻ ക്യാരക്ടറായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന പോൾ ഹേമന്റെ കൂടെ എല്ലാം തന്നെ ചേർന്നുകൊണ്ട് ഒരു വൻ ഫാക്ഷനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സെത്ത് റോളിൻസിന്റെ കാര്യം. സെത്ത് റോളിൻസ് അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരുപാട് വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനേക്കാളൊക്കെ വേറെ ലെവൽ വില്ലൻ വേഷമായിരിക്കും പോൾ ഹേമന്റെ കൂടെ കയറുമ്പോൾ കിട്ടുക എന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു നോർമൽ വില്ലനായിട്ട് മാത്രമേ സെത്ത് റോളിൻസിനെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബ്രോൺ ബ്രേക്കറെയും ബ്രോൺസൺ റീഡിനെയും എല്ലാം തന്നെ ടീമിലേക്ക് എടുത്തപ്പോഴും ഒരു എനർജറ്റിക് വില്ലനായിട്ട് സെത്ത് റോളിൻസിനെ തോന്നിയിട്ടില്ലായിരുന്നു. അതുമാത്രമല്ല അധികകാലം അദ്ദേഹത്തിന് ആ ഒരു വില്ലത്തരം കൊണ്ട് നടക്കാൻ കഴിഞ്ഞതുമില്ല. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ടീം അദ്ദേഹത്തെ ചതിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ചെയ്യുകയും സെത്ത് റോളിൻസിന് ഒരു ഇഞ്ചുറി ആയിട്ട് അദ്ദേഹം പോവുകയും ചെയ്തത് തന്നെയാണ് ഈ ഒരു കഥയുടെ ഏറ്റവും നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഷീൽഡിനെ ചതിച്ചുകൊണ്ട് അവരുടെ ടീമിൽ നിന്നും പോയിട്ടുണ്ടായിരുന്ന സെത്ത് റോളിൻസിന്റെ അത്രത്തോളം വില്ലത്തരവും ഹൈസ്റ്റ് ഓഫ് ദി സെഞ്ചുറി എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന സെത്ത് റോളിൻസിന്റെ ആ ഒരു ലെവലിലുള്ള വില്ലത്തരവും ഒന്നും തന്നെ പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നീട് ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരുന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു കോഡി റോഡ്സ് വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുള്ള WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫ്യൂഡെല്ലാം തന്നെ. ഇടയ്ക്കിടയ്ക്കെല്ലാം തന്നെ കോഡി റോഡ്സിന്റെ ചാമ്പ്യൻഷിപ്പ് റാൻഡി നോക്കി നിൽക്കുന്ന രീതിയിലും റാൻഡി അതിൽ വില്ലനായി മാറും, കോഡിയെ അറ്റാക്ക് ചെയ്യുമെന്നെല്ലാം തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന രീതിയിലും WWE ആ സ്റ്റോറി ലൈൻ മാറ്റിക്കളയും. എന്നിട്ട് വേറെ എന്തെങ്കിലും സ്റ്റോറി ലൈൻ കൊണ്ടുവരും. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും അതേ സ്റ്റോറി ലൈൻ തന്നെ തിരിച്ചു കൊണ്ടുവരും. നമ്മൾ ഇപ്പോൾ വില്ലനാകും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന റാൻഡി ഓർട്ടൺ ഇപ്പോൾ ഏറ്റവും അവസാനം നടന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് പേപ്പർ വ്യൂകളിൽ മാച്ച് പോലും നടന്നിട്ടില്ലായിരുന്നു. ട്രിപ്പിൾ എച്ച് റാൻഡിയെ നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കോഡി റോഡ്സ് വരുന്നു, എല്ലാ ആഴ്ചയും ഒരേ രീതിയിലുള്ള പ്രോമോ നടത്തുന്നു. ഏതെങ്കിലുമൊക്കെ ഒരു എതിരാളി അദ്ദേഹത്തിന് ഒരു പേപ്പർ വ്യൂവിലേക്ക് വേണ്ടി മാത്രം കൊടുക്കുന്നു. ആ ഒരു പേപ്പർ വ്യൂ കഴിഞ്ഞാൽ പുതിയ എതിരാളി വരുന്നു, അല്ലെങ്കിൽ പഴയ ഒരു 2 മാസം മുമ്പേ മത്സരിച്ചിട്ടുണ്ടായിരുന്ന എതിരാളി തന്നെ വന്ന് വീണ്ടും ഫ്യൂഡ് വെക്കുന്നു. അങ്ങനെയുള്ള ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത കഥകളാണ് ഇപ്പോൾ WWEയിൽ പ്രധാനമായിട്ട് നടക്കുന്നത്. റാൻഡി എല്ലാം തന്നെ വില്ലനാക്കിയിട്ട് കോഡിക്കെതിരെ കൊടുത്തിട്ട് ഇവർ തമ്മിലുള്ള ഫ്യൂഡ് ഒരു 3 മാച്ചുകൾ വെച്ചിട്ട് നടത്തുകയാണെങ്കിൽ ഒരു രക്ഷയും ഉണ്ടാകില്ല. അതിൻ്റെ ഏറ്റവും അവസാനത്തെ മാച്ച് അടുത്ത റസൽമേനിയയിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ WWE വേറെ ലെവലിലേക്ക് പോകുമെന്നുള്ളത് 100% ഉറപ്പാണ്. എത്രത്തോളം ഫാൻസുകൾ ഓൺലൈൻ മീഡിയകളിലൂടെ ഈ ഒരു കാര്യം WWE അറിയിക്കുന്നുണ്ട്, പക്ഷെ ആരും തന്നെ അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതുപോലെ തന്നെയുള്ള ഒരു ക്യാരക്ടറാണ് ഫിൻ ബാലറിൻ്റെത്. ഫിൻ ബാലർ ഡൊമിനിക് മിസ്റ്റീരിയോക്കെതിരെ തിരിയും, ഡൊമിനിക്കിനെ ഇപ്പോൾ അറ്റാക്ക് ചെയ്യും. ഫിൻ ബാലർ ഒരു ഹീറോ ക്യാരക്ടർ ആകും, അദ്ദേഹം ഒരു സിംഗിൾ ക്യാരക്ടർ ആകും എന്നെല്ലാം തന്നെ വിചാരിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്
തുടങ്ങിയിട്ട് 3-4 വർഷമായി. പക്ഷേ ഇതുവരെ അദ്ദേഹത്തിന് WWE ഒരു വിധത്തിലുള്ള പുഷും കൊടുക്കുന്നില്ല. ഏതെങ്കിലും ഒരു താരത്തെ വലുതാക്കി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഫിൻ ബാലറിനെയും ജഡ്ജ്മെന്റ് ഡേയെയും വന്നുകൊണ്ട് അവർ അറ്റാക്ക് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളാണ് WWEയിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ജെയൂസൊക്കെ കൊടുക്കുന്നതിൻ്റെ പകുതി പുഷെങ്കിലും ഫിൻ ബാലറിന് കൊടുക്കുകയാണെന്നെങ്കിൽ നമുക്ക് മറ്റൊരു കോഡി റോഡ്സിനെ അവിടെ WWEയിൽ കിട്ടുമായിരുന്നു. പിന്നീട് WWEയുടെ ഏറ്റവും വലിയ താരമായിട്ടുള്ള റോമൻ റെയിൻസിന്റെ കാര്യം 2025 വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ റോമൻ റെയിൻസിന്റെ കരിയറിൽ വലിയ മാറ്റമൊന്നും തന്നെ ഉണ്ടാക്കാത്തൊരു വർഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സെത്ത് റോളിൻസിന്റെ വിഷൻ ടീമിനെതിരെയായിരുന്നു റോമൻ റെയിൻസ് ഫ്യൂഡ് വെച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം വരുന്നു, വിഷൻ ടീമിനെതിരെ മത്സരിക്കുന്നു. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം വിഷൻ ടീമിലെ ആരെങ്കിലുമൊക്കെ റോമൻ റെയിൻസിനെ അറ്റാക്ക് ചെയ്യുന്നു. പിന്നീട് 1-2 മാസങ്ങളിലേക്ക് റോമനെ കാണുന്നില്ല. ആ 2 മാസം കഴിഞ്ഞാൽ റോമൻ റെയിൻസ് റിട്ടേൺ ചെയ്യുന്നു എന്ന് പറയുന്നു. റോമന്റെ സർപ്രൈസ് റിട്ടേൺ വരുന്നു. ഇത് തന്നെ ഒരു 3-4 തവണ നമ്മൾ 2025 കണ്ടിട്ടുണ്ടായിരിക്കും. കാണുന്നവർക്ക് ഇത് മടുത്തു പോലെ. അങ്ങനെ ഒരു മടുപ്പായിരുന്നു 2025 ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഒന്നുകിൽ ഇവർ തമ്മിലുള്ള ഫ്യൂഡ് നല്ലൊരു മാച്ചിൽ മത്സരിച്ച് അവസാനിപ്പിക്കുക, അല്ല എന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഫ്യൂഡ് ഒന്ന് ഒഴിവാക്കിയിട്ട് റോമൻ റെയിൻസിന് മറ്റേതെങ്കിലും ഒരു ഫ്യൂഡ് കൊടുക്കുക. ഇത് രണ്ടും കൊടുക്കാതെ അതിൻ്റെ ഇടയിൽ വിട്ടുകൊണ്ട് റോമനെ കളിപ്പിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇത്രയും പ്രശ്നങ്ങളാണ് 2025 WWEയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും മോശമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഏതാണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. 2026 ഇതിനേക്കാളൊക്കെ സൂപ്പർ വർഷമായിട്ട് മാറട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം ഒരുപാട് പേരുടെ റിട്ടയർമെന്റ് പ്ലാനുകൾ കേൾക്കുന്നുണ്ട്. AJ സ്റ്റൈൽസിന്റെ പ്ലാൻ, ബ്രോക്ക് ലെസ്നറിന്റെ പ്ലാൻ, ക്രിസ് ജെറിക്കോ തിരിച്ചു വരുന്നു, അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് പ്ലാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നടക്കുകയാണെങ്കിൽ 2026 സൂപ്പർ ആയിരിക്കും. പക്ഷേ നല്ല സ്റ്റോറി ലൈനുകളും സ്ഥിരതയുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കിഡിലൻ ക്യാരക്ടേഴ്സും വരികയാണെങ്കിൽ WWE വിൽ ബി ഓസം. അപ്പോൾ അടുത്ത ആഴ്ച മറ്റേതെങ്കിലും കാര്യവുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ഗായ്സ്.